നമസ്കാരം, മോർണിംഗ് ബ്രീഫിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം US മാർക്കറ്റുകൾ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് സെൽ ഓഫിലാണ് അവസാനിച്ചത്. ഡാക്സും അതോടൊപ്പം തന്നെ നാസ്ഡാക്കും ഡൗ ജോൺസും നെഗറ്റീവായിട്ട് തന്നെ അവസാനിച്ചു. യൂറോപ്യൻ മാർക്കറ്റിലും ഒരു നെഗറ്റീവ് ക്ലോസിംഗ് തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. ഏഷ്യൻ മാർക്കറ്റിലും സമാന രീതിയിലുള്ള ഒരു നെഗറ്റീവ് മോഡലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കോസ്പി മാത്രമാണ് ഒരു പോസിറ്റീവ് സെൻറ്റിമെൻറ്റ്സ് കാണിക്കുന്നത്. അവിടുത്തെ സാംസങ് ഇലക്ട്രോണിക്സ് ഉൾപ്പെടെയുള്ള കമ്പനികൾ 6%-ലധികം പോസിറ്റീവായിട്ട് ട്രേഡ് ചെയ്യുന്നത്. ആ ഇൻഡെക്സിന് ഒരു പോസിറ്റീവ് മൊമെൻറ്റം നൽകുന്നുണ്ട്. മറ്റ് ഏഷ്യൻ ഇൻഡെക്സുകളെല്ലാം തന്നെ നെഗറ്റീവ് സോണിലാണ്. നിക്കി 1% ഡൗൺ ആണ്. ഹാങ്സങ്ങും 1% ഡൗൺ ആയിട്ടാണ് ഇപ്പോൾ ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഗിഫ്റ്റ് നിഫ്റ്റിയും ഏകദേശം സമാന രീതിയിലുള്ള ഒരു ഫ്ലാറ്റ് ടു നെഗറ്റീവ് ട്രേഡാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സമാന രീതിയിലുള്ള ഒരു ഓപ്പണിംഗ് ആയിരിക്കും നിഫ്റ്റിയിലും ഉണ്ടാവുക. മറ്റ് അപ്ഡേറ്റ്സുകൾ US മാർക്കറ്റിൽ നിന്ന് പ്രത്യേകിച്ച് കാര്യമായ അപ്ഡേറ്റ്സുകളൊന്നുമില്ല. പക്ഷേ ഗോൾഡിൻ്റെ പ്രൈസിൽ ഇപ്പോൾ ഒരു കറക്ഷൻ വരുന്നുണ്ട്. $4,000 per ഔൺസ് എന്ന രീതിയിൽ നിന്ന് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ട്രേഡ് ചെയ്ത നിലവിൽ നിന്ന് 4,000-ന് താഴെയാണ് ഇപ്പോൾ ട്രേഡിംഗ് വന്നുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസിലും ഇന്ന് കാര്യമായ കറക്ഷൻസ് ഇല്ല. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഒരു നെഗറ്റീവ് സോണിലായിരുന്നു ക്രൂഡ് ഓയിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരികയാണെങ്കിൽ IT സെക്ടറിൽ ഇന്ന് ഒരു വൊളാറ്റിലിറ്റിക്ക് സാധ്യതയുണ്ട്. TCSൻ്റെ റിസൾട്ട് കഴിഞ്ഞ ദിവസം അനൗൺസ് ചെയ്തിരുന്നു. ക്വാർട്ടർ 3.8% ഡൗൺ ആയിട്ടാണ് റിസൾട്ട് വന്നതെങ്കിലും AI ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിലേക്ക് ഒരു പുതിയ എൻറ്റിറ്റിയെ കമ്പനി പ്രഖ്യാപിക്കുന്നുണ്ട്. അത് IT സെക്ടറിലൊരു പോസിറ്റീവ് മൊമെൻറ്റം നൽകാനുള്ള സാധ്യതയുണ്ട്. നിഫ്റ്റിയെ സംബന്ധിച്ചിട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള മേജർ റെസിസ്റ്റൻസ് ആയിരുന്നു 25,220. ഇന്നലെ ഒരു റാലി കിട്ടിയെങ്കിലും ആ റെസിസ്റ്റൻസ് സോൺ കവർ ചെയ്യാനായിട്ട് സാധിച്ചില്ല. സ്റ്റിൽ 220-240 എന്ന റേഞ്ചിൽ തന്നെയാണ് റെസിസ്റ്റൻസ് ആയിട്ട് നിഫ്റ്റിക്ക് ഉള്ളത്. താഴേക്ക് നോക്കുകയാണെങ്കിൽ സപ്പോർട്ട് 25,075, 25,050 എന്ന റേഞ്ചിലാണ് സപ്പോർട്ടുകളുള്ളത്. അപ്പോൾ ഈ ടെക്നിക്കൽ റേഞ്ചുകൾ നോക്കിയിട്ട് ട്രേഡുകൾ എടുക്കുക. അതോടൊപ്പം തന്നെ റിസൾട്ട് സീസണാണ്. സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസിനും സാധ്യതയുണ്ട്. 25,220 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും 25,500 എന്ന ലെവലിലേക്കുള്ളൊരു റാലിയും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഏവർക്കും നല്ല ഒരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.